നമുക്കിന്ന് ഹോർമോൺ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഹോർമോൺ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ബേസിക് ആയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ്? ലിപ്പിഡ് സൊല്യൂബിൾ ആൻഡ് വാട്ടർ സൊല്യൂബിൾ. ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സ്റ്റീറോയിഡ് ഹോർമോൺ. ഓക്കെ, ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് നൈട്രിക് ഓക്സൈഡ്. ഇവർ മൂന്ന് പേരും ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. ഇനി വാട്ടർ സൊല്യൂബിൾ ഏതൊക്കെയാണ്? വാട്ടർ സൊല്യൂബിൾസ് എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ് അമൈൻസ്, പെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് ഐക്കോസനോയിഡ്സ്. ഇതൊക്കെ എന്താണ്? വാട്ടർ സൊല്യൂബിൾ അല്ലേ? വാട്ടർ സൊല്യൂബിൾ ആണ്. ലിപ്പിഡ് സൊല്യൂബിൾ വരുന്നത് സ്റ്റീറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ ആൻഡ് നൈട്രിക് ഓക്സൈഡ്. ഗേഷ്യസ് ഫോമിലുള്ള ഒരു ഹോർമോൺ ആണ് നൈട്രിക് ഓക്സൈഡ്. ഇനി സ്റ്റീറോയിഡ് ഹോർമോണിൽ ഏതൊക്കെയാണ് വരുന്നത്? ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, ആൻഡ്രോജൻ. ഇവര് മൂന്നുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അഡ്രിനൽ കോർട്ടെക്സ് ആണ് ആൽഡോസ്റ്റിറോണിനെയും കോർട്ടിസോളിനെയും ആൻഡ്രോജനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറിപ്പോരുത്. അപ്പോൾ ആൽഡോസ്റ്റിറോണും എന്താണ്? ലിപ്പിഡ് സൊല്യൂബിൾ. കോർട്ടിസോൾ, ആൻഡ്രോജൻസ് ഒക്കെ ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. അടുത്തത് കാൽസിട്രോൺ. ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽസിട്രോൺ. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ, ടെസ്റ്റീസ്. അടുത്തത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സിന്തസൈസ് ചെയ്യണത് ഓവറീസ്. അപ്പോൾ ഇവരെല്ലാവരും ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ആൽഡോസ്റ്റിറോൺ, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്റ്റിറോൺ, ഇതൊക്കെ സ്റ്റീറോൺ ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. ബാക്കിയുള്ള ഏതാണ്? കാൽസിട്രോൾ, കോർട്ടിസോൾ അല്ലേ? കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ. അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചെടുക്കുക. എന്താണത്? സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ് കേട്ടോ. ആൻഡ്രോജൻസും സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ എക്സ്ട്രാ പഠിക്കേണ്ട ആൾക്കാർ കോർട്ടിസോളും കാൽസിട്രോളും പഠിച്ചെടുക്കുക. ഇനി തൈറോയിഡ് ഹോർമോൺസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ഹോർമോൺസ് ആണുള്ളത്, T3യും T4. T3 എന്ന് പറയുന്നത് എന്താണ്? ട്രൈ ഐഡോ തൈറോണിൻ. T4 എന്ന് പറയുന്നത് തൈറോക്സിൻ. അപ്പൊ അത് മാറിപ്പോകരുത്. T3 എന്ന് പറയുമ്പോൾ ട്രൈ ഐഡോ എന്ന് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മാറിപ്പോവില്ല. തൈറോക്സിൻ എന്ന് പറയുന്നത് T4 എന്ന് പറയുന്നത് തൈറോക്സിൻ. തൈറോണിൻ ഏതാണ്? T3. ഓക്കെ, ട്രൈ ഐഡോ തൈറോണിൻ T3. അടുത്തത് ഗേഷ്യസ് ഫോമിലുള്ള ആൾ എന്താണ്? ലിപ്പിഡ് സൊല്യൂബിൾ ആണ്, നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, ലിപ്പിഡ് സൊല്യൂബിൾ. ഇനി അടുത്തത് നമുക്ക് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ആളുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ ലിപ്പിഡ് സൊല്യൂബിളും വാട്ടർ സൊല്യൂബിളും മാത്രമല്ല, നിങ്ങൾക്ക് എന്തും കൂടെ പഠിക്കാണ്ട്. ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്റ്റീറോയിഡ് ഹോർമോൺ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. തൈറോയിഡ്, ഗേഷ്യസ് ഫോമിലുള്ളത് അമൈൻസ്, പെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻസ്, പിന്നെ ഐക്കസനോയിഡ്സ്. ഓക്കെ, ഈ രീതിയിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് പഠിച്ചോളണം കേട്ടോ. ഇത് പഠിക്കുമ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചോളണം. ഇനി വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? അമൈൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പമിൻ. കേട്ടോ, ഡോപ്പമിൻ. ഇവര് മൂന്ന് പേരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റക്കോളമിൻസ്. അതിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാർ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിനും ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡോപ്പമിനെ എന്ത് തന്നെയാണ് പറയുന്നത്? കാറ്റക്കോളമിൻസ്. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്രിനൽ മെഡുല. നൈട്രിക് ഓക്സൈഡ് ആരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോത്തീലിയൽ സെൽസ് അല്ലെ? ബ്ലഡ് വെസൽസിൽ എൻഡോത്തീലിയൽ സെൽസ് അല്ലെ? ബ്ലഡ് വെസൽസ്. അതും പഠിക്കുക കേട്ടോ. അപ്പോൾ കാറ്റക്കോളമിൻസ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ. ഇവർ മൂന്ന് പേരുമാണ് കാറ്റക്കോളമിൻസ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുല. ഇനി അടുത്തൊരു ഹോർമോണും അമൈൻ ആണ്. എന്താണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ്.
പീനിയൽ ഗ്ലാൻഡ് ആണ് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മാസ്റ്റ് സെൽസ്. സെറോട്ടോണിനോ? പ്ലേറ്റ്ലെറ്റ്സ്. ഇതെല്ലാം അമൈൻസ് ഹോർമോൺസ് ആണ്. കാറ്റക്കോളമിൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്രിനൽ മെഡുല. അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്? ഏതൊക്കെയാണ്? ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, ആൻഡ്രോജൻസ്. ഇതാണ് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രിനൽ മെഡുല ആണെങ്കിൽ കാറ്റക്കോളമിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മെലാറ്റോണിൻ പീനിയൽ ഗ്ലാൻഡ് കേട്ടോ, പ്രൊഡ്യൂസ്ഡ് ബൈ പീനിയൽ ഗ്ലാൻഡ്. ഹിസ്റ്റമിൻ മാസ്റ്റ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, സെറോട്ടോണിൻ. ഇനി അടുത്തതാണ് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരാളാണ് പെപ്റ്റൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അതിൽ പെപ്റ്റൈഡ് ഹോർമോൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് ADH. ADH എന്ന് പറയുന്നത് എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. പിന്നെ അടുത്തത് വാസോപ്രസിൻ അല്ലെ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അടുത്തത് ഏതാണ്? അപ്പോൾ പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുന്നത് ADH ഉണ്ട്, പിന്നെ ഓക്സിറ്റോക്സിൻ. ഓക്കെ, ADH, ഓക്സിറ്റോക്സിൻ. ഇവർ രണ്ടുപേരെ ആരാ പ്രൊഡ്യൂസ് ചെയ്യണത്? പോസ്റ്റീരിയർ പീറ്റ്യൂട്ടറി. ഇവർ രണ്ടുപേരെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് ഇവര് സ്റ്റോർഡ് ആൻഡ് സെക്രീറ്റഡ് ഫ്രം പോസ്റ്റീരിയർ പീറ്റ്യൂട്ടറി. പ്രൊഡ്യൂസ് ചെയ്യണത് ശരിക്കും ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. പോസ്റ്റീരിയർ പീറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പീറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിലെ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസിലെ സെൽസ് ആണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പോസ്റ്റീരിയർ പീറ്റ്യൂട്ടറി ആണ് അവരെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് പ്രോട്ടീൻ ഹോർമോൺസ് ബാക്കിയുള്ളവർ നോക്കാം. ഓൾ ഹൈപ്പോതലാമിക് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അതായത് നമ്മൾ കുറേ ഹോർമോൺസ് നമ്മുടെ പീറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ തരം ഹോർമോൺസ് ഉണ്ട്, നമ്മൾ പഠിക്കും. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറേ ഹൈപ്പോതലാമസിലെ ഹോർമോൺസ് ഉണ്ട്. അതായത് പോസിറ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, നെഗറ്റീവായിട്ട്. അതായത് പോസിറ്റീവായിട്ട് എന്താണ്? റിലീസിങ് ഹോർമോൺസ് എന്ന് പറയും. ഇനി നെഗറ്റീവ് ഹോർമോൺസിന് എന്ത് നമ്മൾ പറയും? ഇൻഹിബിറ്റിംഗ് അല്ലെ. അവര് സിഗ്നൽ കൊടുക്കും, ഓക്കെ വേണ്ട. അതാണ് ഓൾ ഹൈപ്പോതലാമിക് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. എന്താണത്? ഏത് ക്ലാസ്സിലാണ്? വാട്ടർ സൊല്യൂബിൾ ആണ്, പ്രോട്ടീൻ ഹോർമോൺസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഓക്സിറ്റോക്സിൻ, ആന്റി ഡയറക്റ്റിക് ഹോർമോൺ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ആന്റീരിയർ പീറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഇതെല്ലാം പീറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അത് നമ്മൾ പഠിക്കും കേട്ടോ. ആന്റീരിയർ പീറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണ്? ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, നമ്മൾ ACTH എന്ന് പറയും. ഓക്കെ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതൊക്കെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റീരിയർ പീറ്റ്യൂട്ടറി. 7 ഹോർമോൺസ് ഉണ്ട് അല്ലേ. ടോട്ടൽ 7 ഹോർമോൺസ് ആന്റീരിയർ പീറ്റ്യൂട്ടറി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇനി അടുത്തത് ഏതൊക്കെയാണ് പ്രോട്ടീൻ ഹോർമോൺസ് വരുന്നത്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് അല്ലേ. ഇതെല്ലാം പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ ഹോർമോൺ. പിന്നെ പാരാതൈറോയിഡ് ഹോർമോൺ അല്ലേ. പിന്നെ ഏതാണ്? കാൽസിറ്റോണിൻ. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രാക്ക്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോൾസിസ്റ്റോകൈൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് കാൽസിറ്റോണിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോൾസിസ്റ്റോകൈനിൻ, പിന്നെ GIP, ഗ്ലൂക്കോസ് ഡിപ്പെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ്. ഈ 3 പേരെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക്. ഓക്കെ, GI ഇട്ടിട്ടുണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക്. നമ്മുടെ GIPനെയും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എറിത്രോപോയിറ്റിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
കിഡ്നി സെൽസ് നിന്നാണ് എറിത്രോപോയറ്റിൻ പ്രൊഡ്യൂസ് ആവുന്നത്. ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ഫാറ്റ് സെൽസ് അല്ലെ, അഡിപ്പോസ് ടിഷ്യൂ ആണ് ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂ. GIP ഗ്ലൂക്കോസ് ഡിപ്പെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ സെക്രീറ്റിൻ കോൾസിസ്റ്റോകൈനിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. പാരാതൈറോയ്ഡ് ഹോർമോൺ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടോ. ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ സൊമാറ്റോസ്റ്റാറ്റിൻ പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് ഒക്കെ എന്താണ്? പാൻക്രിയാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒരു ഗ്ലൈക്കോപെപ്റ്റൈഡ് ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക, എക്സ്ട്രാ പോയിന്റ് ആണ്. ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒരു തരം ഗ്ലൈക്കോപ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ആളാണ് ഐക്കോസനോയിഡ്സ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യണത്? എല്ലാ സെൽസും പ്രൊഡ്യൂസ് ചെയ്യും എക്സെപ്റ്റ് ബ്ലഡ് സെൽസ്. എക്സെപ്റ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, അത് ഓർത്തോളണം. ഏതാണ്? RBC ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യും ഐക്കോസനോയിഡ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ല്യൂക്കോട്രൈൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോർമോൺ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പഠിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ ഏത് ഓർഗനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ നമ്മൾ ഇനി പഠിക്കുന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചോളാം കേട്ടോ. നമുക്ക് ഹോർമോൺസ് രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്താ നമുക്ക് പറയണത്? സർക്കുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് നടന്ന് ഓരോ സെൽസിനും ടാർഗറ്റ് സെൽസിന് കൊടുക്കുന്നു, സർക്കുലേറ്റിംഗ് ഹോർമോൺ. ഇനി അടുത്ത ആൾക്കാർ നമ്മൾ പറയുന്നതാണ് ലോക്കൽ ഹോർമോൺ. ഓക്കെ, ലോക്കൽ ഹോർമോൺ. അപ്പോൾ സർക്കുലേറ്റിംഗ് ഹോർമോൺ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ്? ബ്ലഡ് സർക്കുലേറ്റിലേക്ക് നമ്മുടെ എൻഡോക്രൈൻ സെൽസിനെ പറ്റി നമ്മൾ പഠിച്ചു ഇല്ലേ? അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല, അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ ഓരോരോ സെൽസ്, എൻഡോക്രൈൻ, തൈറോയിഡ് ഗ്ലാൻഡ്, അങ്ങനെ ഓരോരോ ഗ്ലാൻഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഈ എൻഡോക്രൈൻ സെൽസ് എന്ത് ചെയ്യും? അവര് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇവിടെ നിങ്ങൾക്ക് കാണാലോ. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങോട്ടാണ് റിലീസ് ആവുന്നത്? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ബ്ലഡിൽ കൂടി ഇവർ പോയിട്ട് അടുത്ത സെൽസ്, നമ്മൾ റിസപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചില്ലേ അല്ലേ? ഇത് വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിൽ ചെല്ലും അല്ലേ? എന്നിട്ട് അവിടെ അവർ ആക്ട് ചെയ്യും. അതാണ് സർക്കുലേറ്റിംഗ് ഹോർമോൺ. ഇനി അടുത്ത തരത്തിലുള്ള ആളാണ് ലോക്കൽ ഹോർമോൺ. അതായത് ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും, അടുത്ത സെല്ലിൽ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ സെയിം സെല്ലിൽ തന്നെ ആയിരിക്കും അവരുടെ ആക്ഷൻ. അപ്പം അവർ നമ്മൾ രണ്ട് രീതിയിൽ പറയും. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? പാരാക്രൈൻ നമുക്ക് പറയാം. അടുത്തത് നമുക്ക് അടുത്ത ടൈം എന്ന് പറയുന്നത് ഓട്ടോക്രൈൻ എന്നുള്ള ടൈം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ തന്നെയായിരിക്കും അവരുടെ അഫക്റ്റ് വരുന്നത് അല്ലേ? അവരുടെ ആക്ഷൻ വരുന്നത് പ്രൊഡ്യൂസ് ആവുന്ന സെൽസിൽ തന്നെ. കണ്ടോ, ഇവിടെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തു, കണ്ടോ? ഓട്ടോക്രൈൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു, ആ സെൽസിൽ തന്നെയാണ് അതിൻ്റെ ആക്ഷൻ. ഇനി അടുത്ത തരത്തിലുള്ള ആളുകൾ ഏതാണ്? പാരാക്രൈൻ. ഒരു സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് അല്ലെ നിയർ ബൈ സെൽസിലാണ് അവരുടെ ആക്ഷൻ വരുന്നത്. അപ്പൊ അവര് പാരാക്രൈൻ അല്ലെ. പാരാക്രൈൻ ഉണ്ട്, ഓട്ടോക്രൈൻ ഉണ്ട്. ലോക്കൽ ഹോർമോണിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ NO അല്ലെ, അതുപോലെ തന്നെ ഇന്റർലൂക്കിൻ 2. ഇവരെല്ലാം ലോക്കൽ ഹോർമോൺസിന് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ് ലോക്കൽ ഹോർമോൺസിന് എക്സാമ്പിൾ? നൈട്രിക് ഓക്സൈഡും ഇന്റർലോക്കിൻ 2. ഇനി നമ്മൾ ഇവരുടെ ട്രാൻസ്പോർട്ട് പഠിക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺസും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ ഹോർമോൺസും ഉണ്ട്. രണ്ടിൻ്റെയും എങ്ങനെയാണ് അവരുടെ ട്രാൻസ്പോർട്ട്?
വ്യത്യാസമായിരിക്കും. അപ്പൊ റിസപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പല രീതിയിലുള്ള റിസപ്റ്റർ. ഇവിടെ നിങ്ങൾ അതിന്റെ ട്രാൻസ്പോർട്ട് നോക്കുക. അപ്പൊ ഫ്രീ ഹോർമോൺ, ഓക്കെ, ഫ്രീ ഹോർമോൺ നമ്മുടെ സർക്കുലേറ്റിംഗ് ഹോർമോൺ, ബ്ലഡ് കാപ്പിലറി കൂടെ വരുന്നു ഹോർമോൺ. ഏതാണ്? ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ഹോർമോൺസ്. അപ്പൊ ഹോർമോൺസിന് എപ്പോഴും നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് വേണം. ആർക്കാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് വേണ്ടത്? ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, വാട്ടർ സൊല്യൂബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വേണ്ടി വരില്ല. അപ്പോൾ ആർക്കാണ് ആവശ്യം? ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺസിന് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് വേണം. അതാണ് ഇവിടെ ബ്ലൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അവർ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അല്ലേ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വേണം. അപ്പൊ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ അവരെന്താ ചെയ്യുന്നത്? ഇവരെ വാട്ടർ സൊല്യൂബിൾ ആക്കും അല്ലേ? ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അതുപോലെ തന്നെ കിഡ്നിയിൽ ഇവര് വാട്ടർ സൊല്യൂബിൾ ആണ്, വാട്ടർ സൊല്യൂബിൾ ആക്കും അല്ലെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ഇവര് കിഡ്നിയിൽ കൂടി നമ്മുടെ യൂറിൻ ഫോർമേഷന്റെ സമയത്ത് ഇവര് ലോസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ഓക്കെ, അത് പഠിക്കുക. അപ്പൊ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആയിട്ട് ഇവർ അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരെന്താണ്? കിഡ്നിയിൽ കൂടെ ലോസ് ആവില്ല, ഹോർമോൺ ലോസ് ഉണ്ടാവില്ല അല്ലെ. പ്രിവെന്റ് ഹോർമോൺ ലോസ്, പ്രിവെന്റ് ഹോർമോൺ ലോസ്. അപ്പോൾ ഇത് ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് വരുന്നു അല്ലെ. ബ്ലഡിൽ കൂടി ഹോർമോൺ വരുന്നു, അതിന്റെ കൂടെ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമ്മുടെ ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺ ഡിഫ്യൂസസ് ഇൻടു സെൽ. എന്താ ഇവർക്ക് ഈസി അല്ലേ? ലിപ്പിഡ് സൊല്യൂബിൾ ആളുകൾക്ക് ഈസിയാണ് ഡിഫ്യൂസ് ചെയ്യാനായിട്ട്. കാരണം എന്താ? മെംബ്രെയിൻ, മെംബ്രെയിനിൽ എന്താ? ഡബിൾ ലെയർ. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി ഇവരിവിടെ എന്തായി? ബൈൻഡ് ചെയ്യുന്നു. ആക്ടിവേറ്റഡ് റിസപ്റ്റർ ഹോർമോൺ അല്ലെ. നമ്മുടെ ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്ററിൽ പോയി ആര് ബൈൻഡ് ചെയ്തു? ഹോർമോൺ ബൈൻഡ് ചെയ്തു. ഹോർമോൺ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്തായി? പിന്നെ അവിടെ പ്രോട്ടീൻ ഫോർമേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. ന്യൂ പ്രോട്ടീൻ ഫോം ചെയ്യണം. നമ്മുടെ സെൽസ് ചിലപ്പോൾ എൻസൈംസ് ആയിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ റിസപ്റ്റർ എങ്ങനെയാണ്? ഹോർമോൺസ് വന്ന്, ഹോർമോൺസ് ബ്ലഡിലുള്ള ഹോർമോൺസ് ഡിഫ്യൂസ് ചെയ്ത് വരണം. ലിപ്പിഡ് സൊല്യൂബിൾ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് ബ്ലഡിൽ കൂടെ ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിപ്പിഡ് സൊല്യൂബിൾ ഡിഫ്യൂസ് ചെയ്തു, അകത്ത് കയറി റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? ബൈൻഡ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ കുറേ മെക്കാനിസംസ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ. സിഗ്നലിംഗ് മെക്കാനിസംസ് കുറേ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ആവശ്യമുള്ള കറക്റ്റായിട്ട് ഈ ഹോർമോൺ വന്നാലേ കറക്റ്റ് ആയിട്ടുള്ള എന്തുണ്ടാവുള്ളൂ? ഒരു പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ DNA കറക്റ്റ് ആയിട്ടുള്ള ജീൻ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. DNA ഉണ്ടാവുന്നു, mRNA ഉണ്ടാവുന്നു അവിടുന്ന് അല്ലെ. പിന്നെ അവിടുന്ന് എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ആ പ്രോട്ടീനാണ് പിന്നെ നമ്മുടെ ആ സെല്ലിന്റെ ആക്ടിവിറ്റി ഓൾട്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺസിന്റെ ട്രാൻസ്പോർട്ട് വരുന്നത്. അപ്പോൾ ലിപ്പിഡ് സൊല്യൂബിൾസ് ഇവർക്ക് നേരിട്ട് ഡിഫ്യൂസ് ചെയ്ത് വരുകയും ചെയ്യാം, അല്ലെങ്കിൽ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തും വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സെല്ലിന്റെ പുറത്ത് റിസപ്റ്റർ ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ എന്താ? ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്ത് വേണമെങ്കിൽ ഇവർക്ക് അകത്ത് കയറാം, അല്ലെങ്കിൽ സിംപ്ലി ഡിഫ്യൂസ് ചെയ്ത് വരാം. രണ്ട് രീതിയിലുണ്ട്. സെൽസിൽ പല രീതിയിലുള്ള സെൽസ് ഉണ്ട്, അതനുസരിച്ചുള്ള ഡിഫറൻസിൽ വ്യത്യാസം വരുന്നുണ്ട് ഇവരുടെ ബൈൻഡിങ്. അപ്പൊ ഇതാണ് ലിപ്പിഡ് സൊല്യൂബിൾ പ്രോട്ടീൻ്റെ, ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോണിന്റെ ട്രാൻസ്പോർട്ട്. ഇനി അടുത്തത് എന്താണ്? വാട്ടർ സൊല്യൂബിൾ ഹോർമോൺസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. വാട്ടർ സൊല്യൂബിൾ ഹോർമോൺസ് അല്ലെ. വാട്ടർ സൊല്യൂബിൾ ഹോർമോൺസ് നമ്മളിവിടെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തു. അപ്പൊ അതിനെ ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ജി പ്രോട്ടീൻ കപ്പൽഡ്
മെക്കാനിസംസ് നമ്മൾ പഠിച്ചു കാണാം അല്ലെ. ജി പ്രോട്ടീൻ കപ്പിൾഡ് മെക്കാനിസംസ് നമ്മൾ പഠിച്ചു കാണാം. ആരെ ആക്ടിവേറ്റ് ചെയ്യും? ജി പ്രോട്ടീൻസ്. പിന്നെ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അഡനൈലേറ്റ് സൈക്കിൾ അല്ലെ. അതെല്ലാം നമ്മൾ പഠിച്ചു. ഹോർമോൺസ്, നമ്മൾ എപ്പിനെഫ്രിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കാണാം അല്ലെ. ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ ജി പ്രോട്ടീനിലെ സബ് യൂണിറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അഡനൈലേറ്റ് സൈക്ലേസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെക്കൻഡ് മെസ്സഞ്ചർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. ബ്ലഡിൽ നിന്ന് ഹോർമോൺസ് വരുന്നു. ഹോർമോൺസ് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നു? ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു അല്ലെ. ഇറ്റ് ആക്ടിവേറ്റ് ജി പ്രോട്ടീൻ. ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ സൈക്ലിക് AMP വന്നിട്ട് എന്ത് ചെയ്യും? ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസ്. പിന്നെ അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിംഗ് പാത്വേ നടക്കുകയാണ്. അടുത്ത പ്രോട്ടീൻ കൈനേസ്. അങ്ങനെ പലതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് സെൽസിലെ ആക്ഷൻ നടക്കുന്നത് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, നമ്മുടെ ഹോർമോൺ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്തു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇവർക്ക് എങ്ങനെയാണ്? ഇവർക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം എന്താ? ഇവർ വാട്ടർ സൊല്യൂബിൾ ആണ്. അത് ഓർക്കണം. നമ്മുടെ ലിപ്പിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫ്യൂസ് ചെയ്തും പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്താ? ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആയി. നമ്മുടെ ATP കൺവേർഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അഡനൈലേറ്റ് സൈക്ലേസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൈക്ലിക് AMP ആണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലെ. അപ്പോൾ സൈക്ലിക് AMP പിന്നെ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. കണ്ടോ? പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഓരോ പ്രോട്ടീനൊക്കെ ആക്ടിവേറ്റ് ആകും. ഓക്കെ, ആക്ടിവേറ്റ് ആകും, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആകും. ഏത് രീതിയിലും. ചിലതിൽ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ആക്ടിവേഷൻ സംഭവിക്കും. ചില ഇതിലെങ്ങനെയാണ്? ഡീഫോസ്ഫോറിലേഷൻ നടക്കുമ്പോഴായിരിക്കും ആക്ടിവേഷൻ ആവുന്നത്. അതായത് ചിലതിൽ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ആക്റ്റീവ് ആവും, ചിലത് ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഡീആക്ടിവേറ്റ് ആവും. നമുക്ക് എന്തായാലും എന്താണ്? നമുക്ക് സെൽസിൽ കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ആണ് നടക്കേണ്ടത്. അപ്പോൾ പല രീതിയിലുള്ള മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്? വാട്ടർ സൊല്യൂബിളിൽ ഇവര് ഏതാണ് പറഞ്ഞത്? ജി പ്രോട്ടീൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് സെൽസിന്റെ അകത്ത് ഉണ്ടാവും. ഇതില് നമ്മുടെ സൈക്ലിക് AMPനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളാരാണ്? ഫോസ്ഫോഡൈഎസ്റ്ററേസ്. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാര് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫോസ്ഫോഡൈഎസ്റ്ററേസ് എഴുതിയിട്ടുണ്ട് കണ്ടോ. ഫോസ്ഫോഡൈഎസ്റ്ററേസ് ഇൻആക്ടിവേറ്റ് സൈക്ലിക് AMP. ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ഇനി നമുക്ക് സൈക്ലിക് AMP ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? സൈക്ലിക് AMP, അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, GPCR. നമ്മൾ അതിനെന്താ പറയുന്നത്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അപ്പോൾ ഏതാണ്? അവരാണ് സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സൈക്ലിക് AMP വന്ന് ആക്റ്റീവ് ആകുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. വാട്ടർ സൊല്യൂബിൾ ആണോ? ലിപ്പിഡ് സൊല്യൂബിൾ ആണോ? ലിപ്പിഡ് സൊല്യൂബിൾ. നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മള് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. പിന്നെ അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു അല്ലെ, ഗ്ലൈക്കോപ്രോട്ടീൻസ്. അടുത്തത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഇതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. അടുത്തത് ഗ്ലൂക്കഗോൺ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. അടുത്തത് എപ്പിനെഫ്രിൻ. ഇത്രയും പേരും സൈക്ലിക് AMP ആണ്. അതേതാണത്? ജി പ്രോട്ടീൻ കപ്പിൾഡ് സിഗ്നലിംഗ് ആണ് ഇത്രയും പേരിൽ വരുന്നത്. വാട്ടർ സൊല്യൂബിൾ ആണ് എല്ലാം. ഇനി അടുത്ത വേറെ സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ട്. സെക്കൻഡ് മെസ്സഞ്ചർ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈക്ലിക് GMP. പിന്നെ വരുന്നത് ഡയസൈൽ ഗ്ലിസറോൾ കേട്ടോ. ഇത് രണ്ടും സെക്കൻഡ് മെസ്സഞ്ചർ ആണ് നമ്മുടെ സൈക്ലിക് AMPയിൽ കൂടാതെയുള്ള ആളുകൾ. ഇനി നമ്മുടെ ഹോർമോൺ സെക്രീഷൻസ് ഒക്കെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ ഹോർമോൺ സെക്രീഷൻ റെഗുലേഷൻ. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സിഗ്നൽ ഫ്രം
ന്യൂറോൺസ് അല്ലെ, ന്യൂറോൺസിൽ നിന്നുള്ള സിഗ്നൽ, അതായത് നെർവ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നൽ വരുമ്പോഴത്തേക്കും റെഗുലേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് സിഗ്നൽസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ബ്ലഡ്, അല്ലെങ്കിൽ പിന്നെ ബൈ അതർ ഹോർമോൺസ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ റെഗുലേഷൻ വരുന്നത്. പിന്നെ നമുക്ക് മിക്ക ഹോർമോൺസും ഏത് രീതിയിലുള്ള റെഗുലേഷനാണ് വരുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. മിക്ക ഹോർമോൺസും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താ? നമ്മൾക്ക് ഒരു ഹോർമോൺ, നമുക്കത് പഠിക്കാം, ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആയി, അത് കുറച്ചധികമായി, അപ്പോൾ പിന്നെ ആ ഹോർമോൺ തന്നെ മെസ്സേജ് അയക്കുക, എന്താ, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കാര്യം പറഞ്ഞത്, ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആയി, അത് കുറച്ച് കൂടുതൽ റെഗുലായി അല്ലെ, കുറച്ച് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് എല്ലാ ആക്ഷനും നടത്തുന്നുണ്ട്, പിന്നെ ആ ഹോർമോൺ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ പിന്നെ സിഗ്നൽ കൊടുക്കും, ഓക്കെ ഇത് ഇനഫ് ആണ്, ഇനി അതിന്റെ വേണ്ട, അപ്പൊ ആ ഹോർമോൺ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആയി, ആ ഹോർമോൺ തന്നെ ഹെൽപ്പ് ചെയ്യുക, എന്താ, ബാക്കിയുള്ളതും പോന്നോട്ടെ എന്നുള്ള സിഗ്നൽ കൊടുക്കുകയാണ് അല്ലെ, പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇതിനൊരു എക്സാമ്പിൾ ഒരെണ്ണമാണ് വരുന്നത്, എന്താണ്? ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ നമ്മുടെ യൂട്രസ് അല്ലെ, ചൈൽഡ് ബ്രത്തിന്റെ സമയത്ത് യൂട്രസ് കോൺട്രാക്ഷൻ നടക്കുന്നതിന് ഓക്സിറ്റോക്സിൻ പ്രൊഡ്യൂസ് ആയി, അപ്പൊ എന്താ സിഗ്നൽ കൊടുക്കുന്നത്? കുറച്ചും കൂടി ഓക്സിറ്റോക്സിൻ പ്രൊഡ്യൂസ് ആവട്ടെ അല്ലെ, യൂട്രസ് കോൺട്രാക്ഷൻ കൂടട്ടെ, എന്നാലാണല്ലോ ചൈൽഡ് ബ്രത്തിന് ഹെൽപ്പ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഓക്സിറ്റോക്സിൻ മാത്രമാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ വരുന്ന ഒരാൾ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് പഠിക്കുക. ഓക്സിറ്റോക്സിൻ യൂട്രസ് കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ.